മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ സാക്ഷ്യം പറച്ചിൽ എന്ന് പറഞ്ഞത്? ഒരു പുതിയ വാക്കുകളുടെ സെറ്റാണ്. വയനാട്ടിലും ഇടുക്കിയിലുമൊക്കെ പാവപ്പെട്ട വ്യക്തികളെ അവർക്ക് എന്തെങ്കിലുമൊക്കെ രോഗമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ചില ക്രിസ്ത്യൻ ഡോക്ടർമാരുടെ അടുത്തേക്ക് അവരെ കൊണ്ടുപോകും. അയൽവക്കത്തുകാരായ ക്രിസ്ത്യാനികളിലാണ് കൊണ്ടുപോകുന്നത്. ഈ ക്രിസ്ത്യൻ ഡോക്ടർമാര് വലുതായിട്ട് പൈസയൊന്നും മേടിക്കില്ല. സേവനത്തിന്റെ രീതിയിൽ അവർ കുറേ ടെസ്റ്റുകളൊക്കെ നടത്തും. ആ ടെസ്റ്റുകളൊക്കെ നടത്തിയതിനു ശേഷം വളരെ വേദനാജനകമായ മുഖഭാവത്തോടു കൂടി ഈ ഹിന്ദു രോഗികളോട് പറയും, നിങ്ങൾക്ക് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്, TB ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അങ്ങനെ കുറേ രോഗങ്ങളുടെ ലിസ്റ്റ് പറയും. ആ രോഗികൾ സ്വാഭാവികമായിട്ടും ഒരു ഡോക്ടറാണ്, അല്ല ശരിക്കും ക്വാളിഫൈഡ് ഡിഗ്രിയുള്ള മതപരിവർത്തനത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ക്രിസ്ത്യൻ ഡോക്ടർമാര്. ഇത് കേൾക്കുമ്പോൾ രോഗികൾക്ക് ഒരു ഡോക്ടർ നുണ പറയില്ല എന്നുള്ള ധാരണയിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ഈ ഡോക്ടർമാർ പറയും, തൽക്കാലം നിങ്ങൾ മരുന്ന് കഴിക്കേണ്ട, നമുക്കൊരു 15 ദിവസം കാത്തിരിക്കാം. 15 ദിവസം കഴിഞ്ഞ് നിങ്ങൾ വരണം. അതിനിടയ്ക്ക് നിങ്ങൾ അന്നൈ വേളാങ്കണ്ണി പള്ളിയുണ്ട്, അടുത്ത പള്ളിയുണ്ട്, ആ പള്ളിയിലെ ആൾക്കാരാണ് ഈ ഡോക്ടർമാര്. അവിടെ ചെന്നൊന്ന് പ്രാർത്ഥിക്കുക. 14 ദിവസം പ്രാർത്ഥിക്കുക, വ്രതമെടുത്ത് പ്രാർത്ഥിക്കുക. നിങ്ങളെ സഹായിക്കാൻ അവിടെ ആൾക്കാരുണ്ടാവും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക അച്ഛന്മാരുണ്ടാവും. നിങ്ങൾക്ക് അവിടെ നിന്ന് അനുഗ്രഹം കിട്ടും, പ്രസാദം കിട്ടും. ഏതാണ്ട് ഒരു ഹിന്ദു രീതിയിൽ ഈ രോഗികളെ പള്ളിയിലേക്ക് കൊണ്ടുപോകും. 10-14 ദിവസത്തെ പ്രാർത്ഥന കഴിയുമ്പോൾ വീണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ ഇതേ ഡോക്ടറുടെ അടുത്തേക്ക് വരും. ഡോക്ടർ വൈദ്യശാസ്ത്രത്തിന്റെ എത്തിക്സിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ടെസ്റ്റുകളൊക്കെ നടത്തി എന്ന് വരുത്തി നിങ്ങളുടെ അസുഖം വരാനുള്ള സാധ്യത വളരെ 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 കുറഞ്ഞിട്ടുണ്ട്, മിക്കവാറും നിങ്ങളുടെ അസുഖം മാറിയ ലക്ഷണമാണ്, ഇനി നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല, പ്രാർത്ഥനയുടെ ബലം കണ്ടില്ലേ. നിങ്ങളൊരു പക്ഷെ പല ഹിന്ദുക്കളുടെയും അമ്പലങ്ങളിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. അതും ഇതും തമ്മിലുള്ള വ്യത്യാസം ഇപ്പൊ മനസ്സിലായോ? വ്രതമെടുത്ത് നോമ്പെടുത്ത് പള്ളിയിൽ 14 ദിവസം പോയപ്പോ എന്തൊരു മാറ്റാ നിങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. ഇതൊരു ഡോക്ടറാണ് പറയണത്. പാവപ്പെട്ട രോഗികൾ വിശ്വസിക്കാതിരിക്കില്ല. ഇനി നിങ്ങൾ വേറൊരു കാര്യം ചെയ്യണം. ഇതുമാതിരി രോഗമുള്ള അല്ലെങ്കിൽ സുഖമില്ലാത്ത, വീട്ടിൽ പ്രശ്നങ്ങളുള്ള, ജീവിതത്തിൽ ദുഃഖമുള്ള വ്യക്തികളെ ഈ പള്ളിയിലേക്ക് കൊണ്ടുവരണം. അവരെയും നിങ്ങളെപ്പോലെ സുഖപ്പെടുത്തണം. ഇതൊരു വലിയ പുണ്യകർമ്മമാണ്. രോഗിയുടെ രോഗം മാറ്റുക, വിശക്കുന്നവന്റെ വിശപ്പ് മാറ്റുക, നിങ്ങൾക്കത് സാധിക്കും. എന്നിട്ട് ഈ മാസാവസാനം ഈ പുതിയ പള്ളിയിലേക്ക് വന്നവരും പഴയവരും ഒത്തുചേരുമ്പോൾ സ്റ്റേജിൽ കയറി നിങ്ങൾ സാക്ഷ്യം പറയണം. എന്താ സാക്ഷ്യം പറയേണ്ടത്? എനിക്ക് ഇന്ന രോഗം ഉണ്ടായിരുന്നു, ഇന്ന ഡോക്ടറാണത് തെളിയിച്ചത്, പക്ഷെ മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് ഇന്ന പള്ളിയിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ഞാൻ 14 ദിവസം പ്രാർത്ഥിച്ചു, നൊയമ്പിരുന്നു, അവിടുത്തെ അച്ഛൻ പറയുന്ന പോലെ ചെയ്തു, പിന്നെ ഡോക്ടർ പരിശോധിച്ചപ്പോൾ എൻ്റെ രോഗം ഏതാണ്ട് മാറി എന്നുള്ള ലെവലിലായി, എനിക്കത് വളരെ സന്തോഷം തോന്നി, മരുന്ന് കഴിക്കാതെ തന്നെ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ രോഗം മാറി. അങ്ങനെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഞാൻ മറ്റ് കുറേ വ്യക്തികളിലെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുള്ളവരെയും ഈ പള്ളിയിൽ കൊണ്ടുവന്നു. അങ്ങനെ 20 പേരെ കൊണ്ടുവന്നു. സാക്ഷ്യം പറച്ചിൽ ഈ നമ്പറും കൂടി ചേർത്തിട്ടാ 20 പേരെ ഞാൻ പള്ളിയിൽ കൊണ്ടുവന്നു, അല്ലെങ്കിൽ 10 പേരെ പള്ളിയിൽ കൊണ്ടുവന്നു. ഡോക്ടറും പള്ളിയിലെ അച്ഛനും എനിക്ക് ടാർജറ്റ് തന്നിരിക്കുന്നത് 50 പേരെ കൊണ്ടുവരാനാണ്. അങ്ങനെ 50 പേരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും രോഗം വരില്ല. 50 പേരുടെ പ്രാർത്ഥനാബലവും നിനക്ക് കിട്ടും. നിന്റെ പ്രാർത്ഥനാബലം മാത്രമല്ല, 50 പേരുടെ പ്രാർത്ഥനാബലവും നിനക്ക് കിട്ടും എന്ന് പറഞ്ഞ് മതപരിവർത്തനത്തിന്
സഹായിക്കാം, മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം. രോഗത്തിന്റെയും ദൈവത്തിന്റെയും മതപരിവർത്തനത്തിന്റെയും പേരിൽ. ഇതിനെയാണ് സാക്ഷ്യം പറച്ചില്. എങ്ങനെയുണ്ട്? എങ്ങനെയാ പള്ളിമതം കച്ചവടം നടത്തുന്നത്? എങ്ങനെയാ ബൈബിള് കച്ചവടം നടത്തുന്നത്? എങ്ങനെയാണ് ഹിന്ദുക്കളുടെ ആചാരങ്ങൾ അവരെ അതിൽ നിന്ന് മാറ്റിയിട്ട് ക്രിസ്തുമതത്തിലേക്ക് കൊണ്ടുപോകുന്നത്? എങ്ങനെയാണ് ക്രിസ്തുമതത്തിൽ പോയവര് മറ്റുള്ളവരെ ക്രിസ്തുമതത്തിലേക്ക് കൊണ്ടുപോകുന്നത്? ഇതെല്ലാം വളരെയധികം വിവരിച്ചു പറയാനുണ്ട്. പക്ഷെ സാമാന്യമായിട്ട് ഒരു വിവരണം തരുമ്പോൾ തന്നെ നിങ്ങൾക്കിത് മനസ്സിലാവും. ധാരാളം ഹിന്ദുക്കൾക്ക് ഒരു തോന്നലുണ്ട്, ഇങ്ങനെയൊക്കെ ഡോക്ടർമാർ ചെയ്യുമോ? നിങ്ങൾക്കറിയോ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ കുരുവിള്ള, കാർഡിയാക് സർജൻ, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഹിന്ദു രോഗികളെ കൊണ്ടുപോകുമ്പോൾ ആ തിയേറ്ററിൽ കയറുന്നതിന് മുമ്പ് തിയേറ്ററിന്റെ ബോർഡ് കാണിച്ച് പറയുന്ന ഒരു പതിവുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോവാണ്, ഞങ്ങൾക്ക് ഡോക്ടർമാർക്ക് പരിമിതിയുണ്ട്, പക്ഷെ ഒരു കാര്യം വാക്ക് തരുന്നു, യേശുക്രിസ്തുവില് നിങ്ങളെല്ലാം അർപ്പിച്ചാൽ ഈ ഓപ്പറേഷൻ വിജയിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതല്ല മറ്റേതെങ്കിലും ദൈവത്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുന്ന വ്യക്തിയോടാണ് ഇത് പറയുന്നത്. അയാൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും എങ്ങനെയെങ്കിലും ജീവിക്കാനുള്ള കൊതി കൊണ്ട് ശരി എന്ന് പറയുമ്പോൾ ഒരു യേശുക്രിസ്തുവിന്റെ ചിത്രം അയാളുടെ നെഞ്ചത്ത് വെക്കുകയാണ്. കാർഡിയാക് സർജനാണ് ഇത് ചെയ്യുന്നത്. ഈവൻ അമൃതാനന്ദമയിയുടെ എയിംസ് എന്ന ആശുപത്രിയിൽ എടപ്പള്ളിയില് ചികിത്സ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നവരുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കാൻ കന്യാസ്ത്രീകൾ സിവിൽ ഡ്രസ്സിൽ നിൽക്കുന്നുണ്ട് അവിടെ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ചികിത്സ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നവരുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കാൻ പള്ളി പ്രാർത്ഥനയോടുകൂടി അവസാനം. അമൃതാനന്ദമയുടെ യൂണിവേഴ്സിറ്റിയിലും കോളേജുകളിലും സ്ഥാപനങ്ങളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ തിരിച്ച് വീട്ടിലേക്ക് വന്ന് പ്രായശ്ചിത്ത പ്രാർത്ഥന നടത്തണം. എന്തിനറിയോ? അമൃതാനന്ദമയുടെ കോളേജിലും സ്കൂളിലും പഠിച്ചപ്പോ ഹിന്ദു പ്രാർത്ഥന പാടിയതിന് പ്രായശ്ചിത്ത പ്രാർത്ഥന വീട്ടിൽ വന്ന് നടത്തണം. എന്നിട്ടാണ് കയ്യും കാലും കഴുകി ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ വൈകുന്നേരം. ഇതൊന്നും നമ്മൾ അറിയുന്ന കാര്യമല്ല. കാരണം ഇതൊക്കെ സംഭവിക്കില്ലെന്ന് നമ്മളിൽ പലരും വിചാരിക്കുന്നു. ഇതിനേക്കാൾ എത്രയോ ക്രൂരമായത്, നീചമായിട്ടുള്ളത് നടക്കുന്നു. പക്ഷേ അത് നടത്തിയാൽ വർഗീയമല്ല, പറഞ്ഞാൽ വർഗീയമാണ്. പറഞ്ഞാൽ വ്യക്തി ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും ഇടയ്ക്ക് വിള്ളലുണ്ടാക്കാനും മതസ്പർദ്ധ വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ മതങ്ങൾ തമ്മിലുള്ള സഹകരണം ഇല്ലാതെയാക്കാനും ശ്രമിക്കും. അയാൾ വർഗീയവാദിയാണ്, ശ്രമിക്കുന്നു, അയാൾ വർഗീയവാദിയാണ്. പക്ഷെ ഇത് ചെയ്യുന്നവർ വർഗീയവാദികളല്ല. അതാണ് കേരളത്തിന്റെ പ്രത്യേകത. നിങ്ങൾക്ക് ഏത് നീചകർമ്മവും നികൃഷ്ടകർമ്മവും ക്രിസ്ത്യാനിയും മുസ്ലിമും ആയിരുന്നെങ്കിൽ മതത്തിന്റെ പേരിൽ ചെയ്യാം. പക്ഷെ ആരെങ്കിലും അത് ഹിന്ദുക്കൾ വിളിച്ചു പറഞ്ഞാൽ അത് ഹിന്ദുത്വവാദിയായി, വർഗീയവാദിയായി, ന്യൂനപക്ഷ ധ്വംസനമായി, അഭിപ്രായ സ്വാതന്ത്ര്യ ലംഘനമായി, അസഹിഷ്ണുതയായി ചെയ്യുമ്പോഴത്തേക്കും ഒരു കുഴപ്പമില്ല. ഇത് നിങ്ങൾ അറിയണം. സാക്ഷ്യം പറച്ചിലിന്റെ പേരിലും മറ്റ് പ്രാർത്ഥനകൾ ആലപിച്ചതിന്റെ പേരിലുമെല്ലാം രണ്ട് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയണം. പ്രണാമം, നമസ്കാരം.